ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ ലോങ് വീഡിയോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്ന സെൽഫ് ലവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? സത്യം പറയാലോ, ഞാനും അതേപ്പറ്റി ചിന്തിച്ച് തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ. ഞാൻ ഹാപ്പി ആണെങ്കിൽ അന്നത്തെ ദിവസം എൻ്റേതാണ്. സെൽഫ് ലവും സെൽഫ് കെയറും എല്ലാം അതിൻ്റെ കൂടെ എങ്ങ് പോരും. എൻ്റെ മനസ്സ് ഹാപ്പി ആകുന്നത് എനിക്ക് ചുറ്റുമുള്ളവർ സന്തോഷമായിരിക്കുമ്പോഴാണ്. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി ആദ്യം ഒരു ഗ്ലാസ് ചൂടുവെള്ളം, പിന്നെ മധുരം കുറഞ്ഞ ഒരു കപ്പ് ചായ. ഇന്നിപ്പോൾ ഞാൻ എണീറ്റത് 6 മണിക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് അറിയോ, ഇവിടെ ഡൽഹിയിൽ ഇപ്പോൾ കുറച്ച് ദിവസം സ്കൂൾ അവധിയാണ് കേട്ടോ. രാജീവൻ ഇന്ന് ഓഫാണ്. അതുകൊണ്ട് അച്ഛനും മോനും ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് പോയി. ഞാനെൻ്റെ പതിവ് ജോലികളും. എനിക്ക് വീടിനുള്ളിൽ ശോകമായിട്ടുള്ളൊരു അന്തരീക്ഷം. ചിന്തിക്കാൻ കൂടി വയ്യ. രാവിലെ തന്നെ എനർജി കൂട്ടാനായി അത്യാവശ്യം വോളിയം വെച്ച് ഞാൻ ഏതെങ്കിലും പാട്ട് കേട്ടാണ് ജോലികൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടാണ് കിച്ചൺ ജോലികൾ ചെയ്യുന്നത്. ഈ സമയത്താണ് വീടിനകം തൂക്കലും തുടയ്ക്കലും അടുക്കിപ്പറക്കി വയ്ക്കൽ എല്ലാം. എന്തായാലും രാജീവട്ട വരാൻ 11 മണിയെങ്കിലും കഴിയും. അതുകൊണ്ട് ശിവാനിക്ക് ദോശയും കടലക്കറിയായിട്ട് കഴിക്കാൻ കൊടുത്തു. ശിവാനിയുടെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ കടലക്കറി. എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്, ചായ എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും. അതിപ്പോൾ വിത്തൗട്ടായാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ രണ്ടാമത്തെ ചായയും കുടിച്ച് ശിവാനിക്കൊപ്പം കുറച്ച് സമയം ഇരുന്നു. പിന്നെ കളിക്കാനായി പോയ ആൾക്കാരും നോക്കും കുറേ സമയം വാതിൽക്കായി പോയി നിന്ന് കേട്ടോ. നോക്കി 11:30 അച്ഛനും മോനും വീട്ടിലെത്തി. രാജീവേട്ടനും കാർത്തി വന്ന ഇടം വീടിനകം മൊത്തം ബഹളമായി. അത് പിന്നെ സന്തോഷത്തിൻ്റെ ബഹളമായതുകൊണ്ട് എനിക്ക് ശരിക്കും അത് ഇഷ്ടമാണ് കേട്ടോ. രാജീവൻ്റെ ശിവാനിയെ കൊഞ്ചിക്കാൻ പോയതായിരുന്നേ. കളിക്കാൻ അവളെ കൂട്ടാതെ പോയതല്ലേ, അതിൻ്റെ പരിഭവമാണ് ഈ കാണിക്കുന്നതൊക്കെ. നന്നായിട്ട് വിശന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ദോശ ഇട്ട് കഴിച്ചോട്ടോ. മിക്കവാറും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറ്. ശിവാനിക്ക് ഡ്രോയിങ്, കളറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അച്ഛൻ്റെ പിണക്കം മാറ്റാനായിട്ട് അച്ഛന് കുറച്ച് ഉമ്മ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം അവളുടെ ഡ്രോയിങ്, കളറിങ് ഇങ്ങനെയുള്ള പരിപാടിക്കായിട്ട് പോയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ടീമിലേക്ക് ഒരു മലയാളി ഫാമിലി കൂടി വന്നു. അരുൺ, അഞ്ജന, ഇമ്മക്കുട്ടി. അങ്ങനെ പ്രതീക്ഷിക്കാതെ അവർ കയറി വന്നു കേട്ടോ. പിന്നെ ഞാൻ അഞ്ജനയെ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് അവളുടെ കൂടെ കുറേ സമയം വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങിരുന്നു. ഇന്ന് രാജീവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് മക്കളെയും കൊണ്ട് ഏട്ടൻ അങ്ങോട്ട് പോയി. ഏട്ടൻ്റെ മക്കളും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് എനിക്ക് മാത്രം മതിയല്ലോ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ ചെന്ന ചോറും രാവിലത്തെ കുറച്ച് കടലക്കറിയും ഒരു ഓംലെറ്റ് വെച്ച് ഫുഡ് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കാറുണ്ട് കേട്ടോ. ചെറിയ കാര്യങ്ങൾ പോലും ലിസ്റ്റിൽ ഇങ്ങനെ എഴുതി വയ്ക്കും. എന്നിട്ട് പച്ച കളർ പെന്നും കൊണ്ട് ആ കാര്യം ചെയ്ത് കഴിയുമ്പോൾ ടിക്കിടും. അങ്ങനെ ആ ടു ഡു ലിസ്റ്റിൽ ഫുള്ളും പച്ച കളർ വരുമ്പോൾ ഒരു സംതൃപ്തി, ഒരു സന്തോഷം. ആ സന്തോഷം തന്നെയാണ് എനിക്കെടുത്ത് എൻ്റെ സെൽഫ് കെയർ അല്ലെങ്കിൽ എൻ്റെ സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു പ്രചോദനം. ലിസ്റ്റിനകത്ത് തന്നെ സെൽഫ് കെയർ കൂടെ ഇങ്ങനെ എഴുതിപ്പോവും. ചെറിയ ടിപ്സാണ്. അപ്പോഴത്തേക്ക് സെൽഫ് കെയർ ചെയ്യുമ്പോൾ അതിലൊരു സെൽഫ് ലവ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടും. അതിൽ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. സന്തോഷമായിട്ടിരുന്നാലേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. താങ്ക് യു ഫോർ ഓൾ.